സുരേഷിന്റെ ഈ സന്ദേശം പോലുള്ള സിനിമകൾ ഈ പിൽക്കാലഘട്ടത്തിൽ രാഷ്ട്രീയമായിട്ട് ശ്രീനിവാസനെ ആ സിനിമയുടെ പേരിലൊക്കെ വിമർശിക്കുന്നു. വളരെ സുരേഷേട്ടൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് ഒരു സമൂഹത്തെ കൊണ്ടുപോകുന്ന വിധത്തിൽ വിമർശിച്ച ആ സിനിമയുടെ പേരിൽ പിന്നീട് വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്ന ആളാണ്. എനിക്ക് തോന്നുന്നില്ല. ആ വിമർശനമെല്ലാം തന്നെ വിഷം പുരട്ടിയ മുന വച്ചുള്ള വിമർശനം മാത്രമായിട്ട് നമ്മൾ പുച്ഛിച്ച് തള്ളണം. അത്രയേ ഉള്ളൂ. ഞാൻ എങ്ങനെയാണ് ഒരു പൗരൻ എന്ന നിലയ്ക്ക് ഞാൻ അതിന് വിലയിരുത്തുന്നത്? ഈ സിനിമ നമുക്ക് പണ്ട് ആരോ കാണിച്ചു തരേണ്ടിയിരുന്നു, ആരോ ഈ സിനിമ നമുക്ക് പറഞ്ഞു തരേണ്ടിയിരുന്നു എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. ഏത് വർഷമാണ് സന്ദേശം വരുന്നത്? 90കളുടെ പകുതിയോടുകൂടിയല്ലേ? 90കളുടെ ആദ്യം അല്ലേ? അതൊരു 70കളിൽ വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ മോഹിക്കുന്നുവെങ്കിൽ ഈ വിമർശനത്തിന് എന്തെങ്കിലും മൂല്യമുണ്ട്. എന്നെപ്പോലെ ചിന്തിക്കുന്നവരായിരിക്കും 90% ആൾക്കാരും. ബാക്കി 10% will not belong to the world, will not belong to our country, will not belong to our state or to themselves even. They will not belong. ഈ സമയത്ത് നമ്മൾ ആ ന്യൂനതകൾ എല്ലാം തള്ളിവിടുന്നതാണ്. ആ ന്യൂനതകൾക്ക് ഒരുപക്ഷെ അങ്ങനെ ഒരു ആരോപണമായിട്ട് വരുമ്പോൾ പാത്രമാകാൻ ഒട്ടുമേ യോഗ്യനല്ല ശ്രീനിവാസൻ. ഇത്തരം കലാകാരന്മാരും തീരാ നഷ്ടം മുഖം നോക്കാതെ ആശയഭാസ്യത്തിലൂടെയൊക്കെ വിമർശിക്കുന്ന ആൾക്കാർ, ഇത്തരം കലാകാരന്മാർ ഇപ്പോൾ തീരെ ഇല്ലാതിരിക്കുന്ന കാലഘട്ടമാണ്. ഇങ്ങനെ മുഖം നോക്കാതെ അല്ലെങ്കിൽ വിമർശിക്കുന്ന ആൾക്കാർ കുറവ് നമ്മൾ കാണുന്നത്. അതാണ്, അത് വിമർശിക്കാൻ വേണ്ടി ഒരു കൃത്യം അത് നിങ്ങൾ ആസൂത്രണം ചെയ്യരുത്. ശ്രീനേട്ടൻ അങ്ങനെ ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ട്രെയ്റ്റ് അതാവണ്ടേ. ഇപ്പം ഞാൻ പ്രകാശൻ നല്ല വിമർശനമല്ലേ? നമുക്ക് എവിടെയെങ്കിലും അതിനകത്ത് ഒരു കൈപ്പയ്ക്ക നമുക്ക് രുചിച്ചിട്ടുണ്ടോ? നമുക്ക് മധുരിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ കൈപ്പയ്ക്കയുടെ രുചി അറിയേണ്ടവർ അതറിഞ്ഞു. അവർ തിരുത്തിയാൽ, ഞാനതാണ് പറഞ്ഞ്, ഒരു റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള സിനിമ ക്രിയേഷണൽ സ്പേസ് ശ്രീനിവാസൻ എന്ന് പറയുന്ന യാനം അതിന് നമ്മൾ പതിച്ച് നൽകിയിട്ടുണ്ട്. അതിനിയും നിലനിൽക്കും.